ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമില്ലാതെ ദേ ഇതുപോലെ നല്ല സോഫ്റ്റായ അപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ആ സമയം കപ്പി കാച്ചാനായി 1/4 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് സ്റ്റവ് സിമ്മിൽ വെച്ച് കട്ട പിടിക്കാതെ കുറുക്കിയെടുക്കാം. അരിപ്പൊടിക്ക് പകരമായിട്ട് അരി അരച്ച അതേ മാവും ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ദേ കുറുക്കിയെടുക്കുമ്പം ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് നന്നായി തണുപ്പിച്ചതിന് ശേഷം അരി അരച്ചത് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് തന്നെ അരമുറി തേങ്ങ തിരിങ്ങിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ആ ഒരു തേങ്ങയുടെ തേങ്ങാ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്ത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഓവർനൈറ്റ് ഒന്ന് പൊളിച്ച് വരാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കാം. രാവിലെ ദേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് മാവ് വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മാവ് അധികം അങ്ങ് പതഞ്ഞ് പൊങ്ങി വരില്ല. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവായിരിക്കും തയ്യാറായി വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ദോശക്കല്ലിലേക്ക് എണ്ണ തേച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു അപ്പം നമ്മൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. ഇനി തിരിച്ചും ഇട്ട് ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചിടുന്നില്ല. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പം തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ.